ഹായ്, ഗുഡ് മോർണിംഗ്. അങ്ങനെ സൂര്യൻ മെല്ലെ കണ്ണുകൾ തുറന്ന് പുഞ്ചിരിക്കാൻ തുടങ്ങി. ആ പുഞ്ചിരിയുടെ സൗന്ദര്യം കൂട്ടാൻ വേണ്ടി ഈ കുഞ്ഞു കുട്ടികളുടെ പുഞ്ചിരി. അങ്ങനെ കുറേ നാളുകൾക്ക് ശേഷം വീണ്ടും ഒരു വലിയ യാത്ര. കേരളത്തിൽ നിന്ന് നേരെ ബദ്രിനാഥിലേക്ക് ഈ യാത്ര. കേരളത്തിൽ നിന്ന് ആഴ്ചയിൽ ഒരു ട്രെയിൻ മാത്രമേ ഉള്ളൂ, ഋഷികേശിലേക്ക്. ബട്ട് എനിക്കങ്ങനെ പോകാൻ പറ്റില്ല. ഞാൻ നേരെ ട്രിവാൻഡ്രം ടു ഡൽഹി. ഡൽഹിയിൽ നിന്ന് അടുത്ത ട്രെയിൻ ഹരിദ്വാർ വരെ. ഹരിദ്വാറിൽ നിന്ന് നേരെ ഋഷികേശ് അടുത്ത ട്രെയിൻ. ഋഷികേശിൽ നിന്ന് രാവിലെ 5 മണി മുതൽ രാവിലെ 8 മണി വരെ ബസ്സുള്ളൂ. കാരണം 12 മണിക്കൂർ യാത്ര ഉണ്ട്. രാവിലെ 5 മണിക്ക് അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്താൽ ആ ബസ് എത്തുന്നത് നൈറ്റ് ഒരു 8 മണിക്ക് അവിടെ എത്തുള്ളൂ. ബട്ട് ഞാൻ ഒരുപാട് ലേറ്റായി. അപ്പോൾ എനിക്ക് കിട്ടിയത് ജോഷ് മട്ട് വരെ എനിക്ക് വേണ്ടിയിട്ടുള്ളൂ. അവിടെ നിന്ന് ഞാൻ റൂം എടുത്ത് സ്റ്റേ ചെയ്ത് അവിടെ നിന്ന് രാവിലെ ജോഷ് മട്ടിൽ നിന്ന് ഒരു 50 കിലോമീറ്റർ ഉള്ളൂ ബദ്രിനാഥിലേക്ക്. അങ്ങനെ ഞാൻ ഇവിടെ റൂം എടുത്ത് സ്റ്റേ ചെയ്തു. കൂടെ കുറച്ച് ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരുന്നു. ഫ്രണ്ട്സ് മീൻസ് ഇവിടെ വന്ന് പരിചയപ്പെട്ട കുറച്ച് ഹിന്ദിക്കാർ. അവരുമായിട്ട് റൂം ഷെയർ ചെയ്തു. അപ്പോൾ പിന്നെ അവർ കൂടെ ആയിരുന്നു അടുത്ത അങ്ങോട്ടുള്ള ഒരു യാത്ര. ഇവിടെ ജോഷ് മട്ടിൽ നിന്ന് ഒരു 50 കിലോമീറ്റർ ഉള്ളൂ ബദ്രിനാഥിലേക്ക്. അങ്ങനെ രാവിലെ നമ്മൾ എഴുന്നേറ്റ് ബ്രഷൊക്കെ ചെയ്ത് അവരുമായിട്ട് ചായയൊക്കെ കുടിച്ചിട്ട് അവിടെ നിന്ന് നേരെ ജീപ്പിൽ പോയി. ജീപ്പ് ഒരു 150 സംതിങ് ഉണ്ടാകും. അങ്ങനെ ബദ്രിനാഥ് എത്തി. ഒരിക്കൽ ആദിശങ്കരൻ ഈ അളകനന്ദ നദിയുടെ തീരത്തൂടെ നടന്നു വന്നുകൊണ്ടിരുന്നപ്പോൾ വെള്ളത്തിൽ ഒരു മഹാവിഷ്ണുവിൻ്റെ വിഗ്രഹം ഒഴുകി വരുന്നത് അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടുന്നു. ആ ഒഴുകി വന്ന വിഗ്രഹമാണ് ഇന്നിവിടെ ബദ്രിനാഥിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. ഇവിടുത്തെ പൂജാകർമ്മങ്ങൾ ചെയ്യാനായിട്ട് ആദിശങ്കരൻ നിയമിച്ചത് നമ്പൂതിരി ഗുണത്തിൽപ്പെട്ട പൂജാരിമാരെയായിരുന്നു. നമ്പൂതിരി ഗുണത്തിൽപ്പെട്ട പൂജാരിമാരുടെ പിൻതലമുറകളാണ് ഇന്നും ഈ ക്ഷേത്രം പൂജിക്കുന്നത്. അതിൽ ഒരു കാര്യമുണ്ട്. ആ നമ്പൂതിരി ഗുണത്തിൽപ്പെട്ട പൂജാരിമാർ കേരളത്തിൽ നിന്നുള്ളവരെ, അതായത് നമ്മുടെ മലയാളികളെ. ഈ ബദ്രിനാഥിൻ്റെ ശരിക്കുമുള്ള പേരെന്താണെന്ന് വെച്ചാൽ ബദ്രി നാരായണ ക്ഷേത്രം എന്ന. ഈ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ 6 മാസം മാത്രമേ ക്ഷേത്രം തുറക്കാറുള്ളൂ. ബാക്കി 6 മാസം മഞ്ഞ് മൂടിക്കിടക്കും. ഇന്ത്യയുടെ ചൈനയുടെ ബോർഡറായ ഇന്ത്യയുടെ ആദ്യത്തെ വില്ലേജ്, അങ്ങോട്ടേക്ക് ഈ യാത്ര. വസുന്ധര വാട്ടർഫോൾസ്. അങ്ങനെ ഈ സുന്ദരമായ കാഴ്ചകൾ കണ്ട് തിരിച്ച് നാട്ടിലേക്ക്. കുറഞ്ഞ ചിലവിലാണ് ഞാൻ പോയത്. ഒരു 6 രൂപ 7 രൂപ റേഞ്ച്. ഈ കുറഞ്ഞ പൈസ എന്ന് വെച്ച് സന്തോഷത്തിന് കുറവൊന്നുമില്ല കേട്ടോ. അത് ഭയങ്കര വലുതാണ്. എല്ലാം എക്സ്പ്ലോർ ചെയ്യാൻ പറ്റി, ഒരു ബുദ്ധിമുട്ടുമില്ലാതെ.